ഹലോ എവ്രി വൺ, ശിവ ബ്ലെസ്സിങ്സ് ടാരോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തരാനുള്ള ഡിവൈൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങളോട് ഡിസ്ക്ലൈമർ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ സ്റ്റാർ കാർഡാണ്. അപ്പോൾ ഒരു പുതിയ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പുതിയ ചുവട് വെപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് സ്റ്റാർ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ട പോലെ തന്നെയാണ്, എല്ലാത്തിനും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, ബിസിനസ്സിൻ്റെ കാര്യത്തിലായിരിക്കാം, ബിസിനസ്സിൽ തകർച്ചകളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇതിനൊക്കെ ഒരു ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ, അല്ലെങ്കിൽ അവിടെയെല്ലാം ഒറ്റപ്പെട്ട് നിന്ന ഒരു അവസ്ഥ, ആരോരുമില്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം. അതിൽ നിന്നെല്ലാം നിങ്ങൾ റിക്കവറായി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നത്. എന്ത് കാര്യമാണെങ്കിലും, ഇപ്പം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവാം, ബിസിനസ്സിലാണെങ്കിൽ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല, വിഷമഘട്ടങ്ങളിലൊന്നും നിങ്ങളുടെ കൂടെ ആരും നിന്നിട്ടുണ്ടാവില്ല, ഫാമിലി ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഫാമിലി ഉണ്ടാവുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് വിഷമങ്ങളാണെങ്കിലും, നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് വിഷമങ്ങളാണെങ്കിലും അതെല്ലാം നിങ്ങളൊരു ബാലൻസിൽ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യമാണ്. നിങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാം നോക്കുന്നത്. അതാണ് പേജ് ഓഫ് കപ്പ് പറയുന്നത്. എല്ലാത്തിനും ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ ഒരു സമാധാനപരമായ ഒരു തുടക്കം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ്. നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുമാണ് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ബ്ലെസ്സിങ്സ് ഡിവൈനായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടെന്നുള്ള കാര്യമാണ്. നിങ്ങൾ വീഴും, നമ്മൾ പറയാറില്ലേ, നമ്മൾ വീണ് പോകുന്ന സാഹചര്യത്തിൽ എവിടുന്നൊക്കെയോ നമ്മളെ ഒരു കൈത്താങ്ങ് കിട്ടുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്കറിയത്തില്ല, നമ്മൾ ചില സമയത്ത് ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഊർജ്ജം എവിടുന്നോ കിട്ടുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും അത് പിന്നെയും പരിശ്രമിക്കാറുണ്ട്. അപ്പം എന്ത് കാര്യമാണെങ്കിലും അതിന് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടെന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം, നിങ്ങളുടെ പാസ്റ്റിലേക്ക് നിങ്ങൾ നോക്കുമ്പം നിങ്ങളെ ഒറ്റപ്പെടുത്തി ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടാവില്ല ആരും. അതെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഉണ്ട്, അതല്ലെങ്കിൽ പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പം ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് നൈറ്റ് ഓഫ് കപ്പാണ് വന്നേക്കുന്നത്. അപ്പം നൈറ്റ് ഓഫ് കപ്പിൽ നിങ്ങൾക്ക് പുതിയ സന്ദേശങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് പുതിയ സാഹചര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നാണ് നൈറ്റ് ഓഫ് കപ്പ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാം നല്ല പാതയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ റിലേഷൻഷിപ്പിൽ നിന്നോ നിങ്ങളുടെ ബിസിനസ് പരമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഏസ് ഓഫ് സ്വാർഡ്സ് പറയുന്നത്. അപ്പം എല്ലാത്തിനും നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങളെല്ലാം പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതൊരു നെഗറ്റീവായിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ടൊരു ബാലൻസിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷയിലാണുള്ളത്. അപ്പം നിങ്ങൾക്ക് അത്രയും ബ്ലെസ്സിങ്സാണ് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഈ ഒരു കാർഡ്സിലൂടെ നമുക്ക് ദൈവം കാണിച്ചു തരുന്നത്. അപ്പോൾ ലാസ്റ്റ് കാർഡ് 3 ഓഫ് പെന്റക്കിൾ പറയുന്നത് തന്നെ, നിങ്ങൾ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടായിരുന്നാലും തകർച്ചകളുണ്ടായിരുന്നാലും റിലേഷൻഷിപ്പിലോ എവിടെയാണെങ്കിലും തകർച്ചകളുണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ആരും നിന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ മെല്ലെ നിങ്ങളെ അംഗീകരിച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ആൾക്കാർ വന്നെത്തും എന്നാണ് 3 ഓഫ് പെന്റക്കിൾ പറയുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്, സ്പ്രെഡാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. എല്ലാം സമാധാനപരമായിട്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ശരിക്കും ഒറ്റയ്ക്കൊന്നുമല്ല, നിങ്ങളുടെ കൂടെ ആൾക്കാർ വരും. പക്ഷെ നമ്മൾ പറയാറില്ലേ, നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഹീലാക്കണം.
നമ്മൾ തന്നെ ഹീലായാൽ മാത്രമാണ് നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ അട്രാക്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഒരിക്കലും ആൾക്കാർ വരത്തില്ല. അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണെങ്കിലും, ഇപ്പം പണമാണെങ്കിലും നമ്മൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പറയുന്ന പോലെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമാണ് എല്ലാം പോസിറ്റീവായിട്ട് നടക്കത്തുള്ളൂ. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നോ എല്ലാം നെഗറ്റീവായിട്ടേ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, എപ്പോഴും നല്ലത് സംഭവിക്കും എന്നുള്ള ഒരു മെസ്സേജസ് നമുക്കിവിടെ തന്നെ കാണുന്നുണ്ടല്ലോ. നല്ലത് സംഭവിക്കും, എനിക്കിന്ന് നല്ലത് സംഭവിക്കും എന്നുള്ള ആ ഒരു ദൃഢ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. റെസൊണേറ്റ് ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.